ഉയർത്തിക്കൊണ്ടുവന്ന വിധത്തിൽ PSCയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിൽ PSCയുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും പരാതിയും ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. നിങ്ങൾ മാധ്യമങ്ങളും കേരളത്തിലെ പ്രതിപക്ഷ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയക്കാരും ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള കോലാഹലങ്ങൾ മാത്രമാണ്. ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ വന്നത് ഞങ്ങളുടെ പാർട്ടി സംഘടനാ രീതി അനുസരിച്ച് പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതും അതുപോലെ പാർട്ടി ഭരണഘടന അനുസരിച്ചുള്ള പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്തതുമായ ചില പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ ടൗൺ ഏരിയ കമ്മിറ്റി കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ സഖാവ് KV പ്രമോദിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ സംഘടനാപരമായ ഞങ്ങളുടെ രീതി അനുസരിച്ച് ഞങ്ങളുടെ പാർട്ടി ഭരണഘടനാ വ്യവസ്ഥ അനുസരിച്ച് ഞങ്ങളത് പരിശോധിച്ചു. അങ്ങനെ പാർട്ടിയുടെ സൽപ്പേരിനും പാർട്ടിയുടെ അച്ചടക്കത്തിനും പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന പാർട്ടി അച്ചടക്കത്തിനും നിരക്കാത്തതായ കാര്യങ്ങൾ പ്രമോദിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് പരിശോധനയിൽ ബോധ്യപ്പെട്ടു. പാർട്ടി ജില്ലാ കമ്മിറ്റി ഏകകണ്ഠമായി KV പ്രമോദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ആ കാര്യം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റിയിൽ സഖാവിൻ്റെ ഘടകമായ പാർട്ടി ഏരിയ കമ്മിറ്റിക്കകത്ത് ഞങ്ങളത് വിശദീകരിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ പിന്നെ ഈ കൊടുത്തിട്ടുള്ള കോലാഹലങ്ങൾക്ക് പോലെയൊന്നല്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏകകണ്ഠമായി ഏകമനസ്സാലെ കൈക്കൊണ്ടിട്ടുള്ള പാർട്ടിയുടെ തീരുമാനമാണ്. CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ ഇപ്പോൾ പ്രതികരിക്കുകയായിരുന്നു. മാധ്യമങ്ങൾ വാർത്ത നൽകിയ പോലെയല്ല, PSCയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു വിഷയം തങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടില്ല. മറിച്ച് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടി സംഘടനയ്ക്ക് നിരക്കാത്ത രീതിയിൽ പ്രമോദ് കോട്ടൂളിയുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടിയെന്നാണ് CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി P. മോഹനൻ ഇപ്പോൾ വിശദീകരിക്കുന്നത്. പ്രമോദ് കോട്ടൂളിയാകട്ടെ ഈ വിഷയത്തിൽ പരാതി ഉന്നയിച്ച ആളുടെ വീടിന് മുന്നിൽ ഇപ്പോൾ സമരത്തിലാണ്. ആര് എപ്പോൾ എവിടെ വെച്ച് ഈ പണം വാങ്ങിയെന്ന് പറയണം എന്നാണ് പ്രമോദ് കോട്ടൂളിയുടെ ആവശ്യം. ഇന്നാണ് പ്രമോദ് കോട്ടൂളിക്കെതിരെ CPMന്റെ നടപടി ഉണ്ടായത്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രമോദ് കോട്ടൂളി സമരവുമായി എത്തിയിരിക്കുന്നത്. പാർട്ടിക്കെതിരെ പ്രത്യക്ഷത്തിൽ അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നില്ല. പക്ഷേ ഈ പരാതി നൽകിയ ആളുകൾ തന്നെ പറയണം, ആർക്ക് എപ്പോൾ എവിടെ വെച്ച് ഈ പണം കൈമാറി അക്കാര്യം പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം അദ്ദേഹം ഇക്കാര്യത്തിൽ പരാതി നൽകുമെന്ന് പറയണം. ഇത് വലിയ അഴിമതിയാണ്, അത്തരത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നടപടി ഉണ്ടാകണം. അതുകൊണ്ട് സാധ്യമായ ഏജൻസികൾക്ക് മുഴുവൻ മുൻപിൽ പരാതി നൽകുമെന്ന് കൂടി പ്രമോദ് കോട്ടൂളി പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.